ബൈബിൾ രംഗത്ത് സാഹിത്യ മത്സരങ്ങളും കലാമത്സരങ്ങളും നടത്തി നല്ല പരിചയമുള്ള കമ്മീഷന് ക്വിസ് ആരംഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നില്ല. എങ്കിലും എത്രമാത്രം വ്യാപ്തി ഉണ്ടാകും, എത്രമാത്രം ആളുകൾ ഈ ക്വിസിൽ പങ്കെടുക്കും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുവാനായിട്ടോ നിരൂപിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ക്വിസ് ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ രൂപതകളും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് മുമ്പോട്ട് വന്നു. KCBCയുടെ സംഘടനാ ശക്തിയും ബൈബിൾ കമ്മീഷൻ്റെ സംഘടനാ ശക്തിയും പിന്നെ അതുപോലെ തന്നെ കേരള ബൈബിൾ സൊസൈറ്റിയുടേതായ പിന്തുണയും പ്രോത്സാഹനവും എല്ലാം കൂടി ഒന്നു ചേർന്നപ്പോൾ ക്വിസ് സാവധാനത്തിൽ വളരുവാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 5,00,000-ലേറെ 5,60,000 മുകളിൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത്തായ ഒരു ക്വിസായിട്ട് ലോഗോസ് ക്വിസ് തീർന്നിട്ടുണ്ട്. കുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർ വരെ ഈ ക്വിസിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ളതായ താല്പര്യം, ജനങ്ങൾക്ക് അതിനുള്ളതായ ആഗ്രഹം, പങ്കെടുക്കുന്നതിനുള്ളതായ സന്തോഷം എല്ലാമാണ് സൂചിപ്പിക്കുക. ക്വിസ് ഒന്നിനൊന്നിന് വിജയകരമായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയൊരു ക്വിസ് ലോകത്തിൽ ഒരിടത്തും നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. ദൈവം ഈ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും നന്മ നേരുന്നു. ലോഗോസ് ക്വിസ് 2012 ആധുനിക ലോകത്തിന് കൈരളിയുടെ വചന സാക്ഷരതയിലൂടെയുള്ള വചനസാക്ഷ്യം. ലോഗോസ് ക്വിസിലെ F ലെവൽ ഫൈനൽ മത്സരങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നമ്മോടൊപ്പം മത്സരാർത്ഥികളായുള്ളത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മത്സരാർത്ഥികളാണ്. സഹർഷം അവരെ മത്സരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോഗോസ് ക്വിസിന്റെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയിൽ കേരള സഭയുടെ അഭിമാനമായ ബൈബിൾ പണ്ഡിതരിൽ ശ്രേഷ്ഠനും മികച്ച എഴുത്തുകാരനും വാഗ്മിയും എല്ലാമായ റെവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയിൽ നമ്മോടൊപ്പമുണ്ട്. വേദിയിലേക്ക് ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 പേര് ആത്മായ സഹോദരങ്ങൾ, 5 പേര് സന്യസ്ത ജീവിതം നയിക്കുന്നവർ. നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യത്തിനും ദൈവവചനത്തോട് കാണിക്കുന്ന ഈ താല്പര്യത്തിനും അത് പഠിക്കാനും ജീവിതത്തിൽ സംശീകരിക്കാനും കാണിക്കുന്ന ഉത്സാഹത്തിനും ഓരോരുത്തർക്കും അഭിനന്ദനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്വിസ് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് 3 റൗണ്ടുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ ആദ്യത്തെ റൗണ്ട് എക്സോഡസ് റൗണ്ട് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകതകൾ ജിഷ നമ്മളോട് വിവരിക്കും. ആദ്യ റൗണ്ടായ എക്സോഡസ് റൗണ്ടിൽ മത്സരാർത്ഥികൾക്ക് പുറപ്പാടിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ലഭിക്കുക. ഓരോ ചോദ്യത്തിന്റെയും ശരിയായ ഉത്തരത്തിന് 10 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉത്തരം തെറ്റിപ്പോയി അടുത്ത ആളിലേക്ക് പാസ് ചെയ്യപ്പെട്ടാൽ ആ ഉത്തരത്തിന് സെക്കൻഡ് ചാൻസിൽ ആൻസർ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം മാത്രമായിരിക്കും ലഭിക്കുക. ഒന്നാം റൗണ്ടിൽ ഒന്നാമത്തെ ചാൻസ് മേരി ജോസഫ് എന്നും നമ്മുടെ അമ്മച്ചിക്കാണ്. ഞാനിന്ന് ചോദിക്കട്ടെ, അമ്മച്ചിയുടെ വീട് എവിടെയാണ്? എന്റെ കാഞ്ഞിരപ്പള്ളി രൂപതയാണ്, ഇടവക ചെങ്കല്ലേൽ ഇടവക അല്ലേ? അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 74. ചോദ്യം ശ്രദ്ധിക്കുക. കരുവേല മരം കൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന്റെ ആകൃതി എന്ത്? സമജാതിരം. ശരിയായ ഉത്തരമാണ്. 10 മാർക്ക്. ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ അഭിനന്ദനം. അടുത്ത ചോദ്യം സിസ്റ്റർ ഹിൻബ. സിസ്റ്റർ എവിടെ നിന്ന് വരുന്നു? ഏത് കോൺഗ്രിഗേഷൻ പറയാം? CMC കോൺഗ്രിഗേഷൻ, പാലക്കാട് രൂപത. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ ഒരു അടയാളമാണ്.
എന്തിനെ കുറിച്ചാണ് ദൈവം ഈ വാക്യത്തിൽ നിഷ്കർഷിക്കുന്നത്? സാബത്ത്. സാബത്ത് ശരിയായ ഉത്തരമാണ്. മേരി ജോസഫ് എവിടുന്നാ വരുന്നേ? തൃപ്പൂണിത്തുറ. ചോദ്യം ചോദിച്ചോട്ടെ നേരിട്ട്. മൂന്നാമത്തെ ചോദ്യമാണ്. കാളക്കുട്ടിയെ കൊന്ന് അതിന്റെ രക്തം എന്തുകൊണ്ടാണ് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടേണ്ടത്? വിരൽ കൊണ്ട്. വിരൽ കൊണ്ട് ശരി ഉത്തരമാണ്. സിസ്റ്റർ ആനി സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ സിസ്റ്റർ? സിസ്റ്റർ ആനി ഡോൺ എസ്എച്ച്, വെൺമണി എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്, ഇടുക്കി രൂപത. ചോദ്യത്തിലേക്ക് വരിക. ദേവാലയത്തിലെ ഉപകരണങ്ങളിൽ ബദാംപൂവിന്റെ ആകൃതിയിലുള്ള മുകുളങ്ങൾ ഏതിലാണ്? വിളക്ക് കാലിലെ വശങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും. വിളക്ക് കാലിൽ ശരിയായ ഉത്തരമാണ്. എത്ര വയസ്സുണ്ട് അത് കേൾക്കട്ടെ? 84 വയസ്സ്. എവിടെയാ വീട്? വീട് ഉടുമൽപേട്ട. ഞങ്ങൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇത്ര അകലം നിന്ന് ഈ പ്രായത്തിൽ ബൈബിൾ ക്വിസിന് പങ്കെടുക്കാൻ വരിക എന്ന് പറയുന്നത് ആരും അഭിനന്ദിക്കേണ്ട കാര്യം. ഞാൻ ചോദ്യത്തിലേക്ക് പോകട്ടെ. 5ാമത്തെ ചോദ്യമാണ് അപ്പച്ചനുള്ളത്. കേട്ടോളുക അസ്കറിയ അപ്പച്ചൻ. കൂടാര അങ്കണത്തിനു ചുറ്റുമുള്ള തുണി കൊണ്ടുള്ള മറയുടെ ഉയരം എന്ത്? ഉയരം 10 മുഴം. 10 മുഴം. ഞാൻ അല്പം പെശകൊണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പാസ് ചെയ്തോട്ടെ. അത് 5 മുഴമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൂണിനാണ് 10 മുഴം. ഇതിന് 5 മുഴമെന്ന് പറഞ്ഞു. അത് ശരി ഉത്തരമാണ്. തൂണിൻ്റെത് ആദ്യം പറഞ്ഞത്. ഈ പ്രായത്തിൽ ഒരു ചെറിയ കണ്ണിലൊക്കെയാണ്. ഉത്തരം. അടുത്ത ചോദ്യം സിസ്റ്റർ മരിയ സുമൻ. സിസ്റ്റർ എവിടെ നിന്നാ വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. ഏത് കോൺഗ്രിഗേഷൻ? അപ്പസ്റ്റോലിക് കാർമൽ. അപ്പസ്റ്റോലിക് കാർമൽ. വെരി ഗുഡ്. 6ാമത്തെ ചോദ്യം സിസ്റ്റർ മാരിയയുടെ. പുരോഹിത അഭിഷേക സമയത്ത് കർത്താവിന് പ്രസാദകരമായ സുഗന്ധമായി തീരുന്ന ബലി ഏത്? ദഹനബലി. കറക്റ്റ് ആൻസർ ആണ്. മുട്ടാടിന്റെ ദഹന ബലി 29:15-18 പറയും. ഓക്കെ, അടുത്ത ചോദ്യം അമ്മച്ചിയോടാണ്. മേരി അല്ലേ? അതെ. എവിടെയാ വീട്? ചേർത്തല. ചേർത്തല. ഏത് ഇടവകയാണ്? മുട്ടംപള്ളി ഇടവക. ചേർത്തല മുട്ടംപള്ളി ഇടവക. ഏത് രൂപത? എറണാകുളം അങ്കമാലി രൂപത. എറണാകുളം അങ്കമാലി രൂപത. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 85 വയസ്സ് തുടങ്ങാൻ 2 ആഴ്ച കൂടി ഉള്ളു. 2 ആഴ്ചയുടെ കഴിഞ്ഞാൽ 85 തുടങ്ങും. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണ്ടേ? പറയാം, എവിടെയാണെന്ന് അറിയാൻ മേല. ലെവലിലാണോ എവിടെയാണെന്ന് അറിയാൻ മേല. എന്നാലും ഞങ്ങളൊക്കെ വന്ന് കൂടും. ചോദ്യത്തിലേക്ക് പോട്ടെ. 7ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളാം ശാന്തമായി. എപ്പോഴാണ് അഹറോൻ ധൂപപീഠത്തിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കേണ്ടത്? അത് പ്രഭാതത്തിലും സായാഹ്നത്തിലും. വളരെ കൃത്യമായ അതാണ്. ആദ്യത്തെ സക്കറിയ ചേട്ടൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? എന്ത് നേരത്തെ എന്തായിരുന്നു ജോലി? സെക്രട്ടേറിയറ്റിലായിരുന്നു. എവിടെയാ വീട്? വീട് ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യമാണ്. കാനാൻകാരുമായി ഉടമ്പടി ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിക്കാൻ കാരണമെന്ത്? ഒരു കെണിയായിത്തീരും. അവരുടെ ഉടമ്പടി ചെയ്താൽ ഒരു കെണിയായിത്തീരും. 100% കൊണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സാറേ ഒന്ന് പാസ് ചെയ്യാം. സിസ്റ്റർ എന്നാ പറയണേ? ദേവന്മാരെ ആരാധിക്കേണ്ടി വരും, വിഗ്രഹാരാധനയിലേക്ക് നയിക്കപ്പെടും. കറക്റ്റ് ആൻസർ. വിഗ്രഹ ആരാധനയിലേക്ക് നയിക്കപ്പെടുന്നതായിരുന്നു. അടുത്ത ചാൻസ് സിസ്റ്റർ ജീസായുടേതാണ്. ഞങ്ങളെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിക്കേ. എറണാകുളം അതിരൂപത മുട്ടമിടവക. എന്റെ കോൺഗ്രിഗേഷൻ CMC. നേരിട്ട് ഒരു ചോദ്യത്തിലേക്ക് വരാം. കൂടാര അങ്കണത്തിന് ചുറ്റുമുള്ള മറകൾ ഉണ്ടാക്കിയത് ഏത് വസ്തു കൊണ്ടാണ്? നേർമയായ ചണത്തുണി. നേർമ ആയ ചണത്തുണി. കറക്റ്റ് ആൻസർ. സിസ്റ്റർ LC ചെയ്യും.
പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് സിസ്റ്റർ LC ജെയിൻ, കോതമംഗലം രൂപത എന്ന് പറയുന്നത് SH കോൺഗ്രിഗേഷൻ. നമ്മൾ ചോദ്യം ചോദിക്കട്ടെ, സിസ്റ്റർ കേട്ടോളൂ. കാണിക്കയായി ലഭിച്ച ഓടിന്റെ തൂക്കം എത്ര? 70 താലന്ത്, 2400 ഷെക്കൽ. കറക്റ്റ് ആൻസർ ആണ്. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരുതപ്പെട്ട എല്ലാവരും തന്നെ ശരിയായ ഉത്തരം ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ നേടിയെടുത്തു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് ഉടനെ പോകും. അടുത്ത റൗണ്ടിന്റെ പ്രത്യേകതകള് ജീഷ നമ്മളോട് വിശദീകരിക്കും. ഈ റൗണ്ടിലെ ഓരോ ചോദ്യത്തിനും 15 മാർക്കാണുള്ളത്. ക്ലൂസിന്റെ സഹായമില്ലാതെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഉത്തരം പറയുവാനായാൽ കൃത്യമായി 15 മാർക്ക് ക്വിസ് മാസ്റ്റർ നൽകുന്നതായിരിക്കും. അതല്ല, സൂചകങ്ങൾ ക്ലൂസിന്റെ സഹായത്തോടെയാണ്, 4 ക്ലൂസ് ലഭ്യമാണ്. ഈ ക്ലൂസിന്റെ സഹായത്തോടെയാണ് ഉത്തരങ്ങൾ പറയുന്നതെങ്കിൽ 10 മാർക്കായിരിക്കും ലഭിക്കുക. അതിൽ നിന്നും നമുക്ക് 2 ക്ലൂസ് മാറ്റി ബാക്കിയുള്ള 2 ക്ലൂസ് മാത്രം വെച്ചിട്ടും ഉത്തരം പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ 5 മാർക്കായിരിക്കും ലഭിക്കുക. നമ്മൾ ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം സിസ്റ്റർ LC ജെയിനാണ്. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അധ്യായവും വാക്യവും പറയാം. അധ്യായം 9, അധ്യായവും വാക്യവും 12 വാക്യം. അത് തെറ്റായ ഉത്തരം ആണ്. 9, 10 ആണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് ഒരു ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗം, 2 ഭാഗം ഉണ്ടായിരുന്നു, അധ്യായവും വാക്യവും. ഒരു ഭാഗം പറഞ്ഞു, അതൊരു ക്ലൂവിന്റെയും സഹായമില്ലാതെ പറഞ്ഞതുകൊണ്ട് കിട്ടേണ്ട മാർക്കിന്റെ പകുതി, 7.5 മാർക്ക്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം സിസ്റ്റർ ജീസായോട്. ശ്രദ്ധിച്ച് കേൾക്കുക. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. മർക്കോസിൽ എത്രാമത്തെ അധ്യായം, എത്രാമത്തെ വചനം? 8-ാം അധ്യായം 30-ാം വാക്യം. 8-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം തെറ്റായ ഉത്തരം ആണ്. ഒരു വചനത്തിന് മാറിപ്പോയി. അപ്പൊ സിസ്റ്റർ ജീസ ആ ചോദ്യത്തിന്റെ ഒരു ഭാഗം, അധ്യായം കൃത്യമായി പറഞ്ഞു, അതുകൊണ്ട് അത് പകുതി ശരിയാണ്. മൊത്തം കിട്ടേണ്ടിയിരുന്ന മാർക്കിന്റെ പകുതി, 15 മാർക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നില്ലേ? 7.5 മാർക്ക് സിസ്റ്റർ ജീസയ്ക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. നമ്മള് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, സ്കറിയ സാറിന്റെ ചാൻസാണ്. ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അധ്യായവും വാക്യവും ഏത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ അധ്യായം 6 വാക്യം 4. അധ്യായം 6 കറക്റ്റ് ആണ്. വാക്യം 4 എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു 3 കൂടെ 6:34 എന്നാലും കറിയ സാറിനും പകുതി മാർക്ക്, 7.5 മാർക്ക്. അടുത്ത ചാൻസ് NJ മേരി. അമ്മച്ചിട റെഡിയാണോ? ചോദ്യം ശ്രദ്ധിക്കുക. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും, പ്രശസ്തമായ വചനം, തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മർക്കോസിന്റെ സുവിശേഷം അധ്യായം ഏത്, വചനം ഏത്? 8:36 കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. സിസ്റ്റർ ശ്രദ്ധിക്കുക. അവൻ വഞ്ചിയിൽ കയറി, അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ അത്യന്തം ആശ്ചര്യഭരിതരായി. അധ്യായവും വാക്യവും എത്ര? അധ്യായം 4. അധ്യായം 4. സിസ്റ്റർ, ഇതിനകത്തൊരു രഹസ്യമുള്ളത് ഈ ഓപ്ഷനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ മുമ്പോഴും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പോകുന്നു. ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ അല്ല, 4 ഓപ്ഷൻ തരാം. വളരെ ജനറസ് ആയിട്ട് നോക്കിക്കേ. 4 എണ്ണം വരുന്നു. 6:50,
6:51, 6:41, 6:46. ഇതിലേതാണ്? 6:51. 6:51 ശരിയായ ഉത്തരവാണ്. അടുത്ത ചോദ്യം, ഞാൻ അടുത്തു വരാം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇതിന്റെ അധ്യായവും വാക്യവും 7-ാം അധ്യായം. 7 അധ്യായം. പിന്നെ വാക്യം നമുക്ക് അറിയാൻ മേലെന്ന് സംശയം തോന്നിയാൽ ക്ലൂ തരാൻ പറയും. നോക്കിക്കേ, 7:35, 7:34, 7:36, 7:37. 35. 35 വളരെ കറക്റ്റ്. അടുത്തത് സിസ്റ്റർ ആനി ഡോണിനോട് ചോദ്യം ശ്രദ്ധിക്കുക. 7-ാമത്തെ ചോദ്യം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം അധ്യായം വാക്യം 9-ാം അധ്യായം. ക്ലൂ വേണം. 10:24, 10:23, 9:22, 9:23. 9:23. ഉറപ്പാണോ? അതെ. 9:23 ശരിയായ ഉത്തരമാണ്. കറക്റ്റ് ആൻസർ. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഈ വചനത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം അധ്യായവും വാക്യവും 8-ാം അധ്യായം. ഉറപ്പില്ലെങ്കിൽ ക്ലൂ ചോദിച്ചോ. ക്ലൂ വേണം. ക്ലൂ വേണം. 4 ക്ലൂ പോരട്ടെ. 8:17, 7:18, 9:18, 8:18. 8:17. 8:17 അത് ശരിയായ ഉത്തരം അല്ല. 8:18 ശരിയായ ഉത്തരം. അപ്പോൾ അധ്യായം കൃത്യമായിട്ട് പറഞ്ഞു. അത് എത്ര മാർക്ക് കിട്ടണമെന്ന് ജൂറി ഒന്ന് കണക്കൂട്ടി എന്നോട് പറഞ്ഞു. ക്ലൂ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അധ്യായം പറഞ്ഞിരുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ 7.5 മാർക്ക് തന്നെ കൊടുക്കുക. 7.5 മാർക്ക്. അടുത്ത ചോദ്യം സിസ്റ്റർ വിൻബാറിനോട്. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും മർക്കോസിൽ അധ്യായവും വാക്യവും പറയുക. അധ്യായം 9 വാക്യം 1 ശരിയായ ഉത്തരവാണ്. 10-ാമത്തെ ചോദ്യമാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. ഇതാണ് ഈശോ പറയുന്ന വചനം. മർക്കോസിലെ അധ്യായമേത്? വാക്യം ഏത്? 9-ാം അധ്യായം. 19. അത് ശരിയായ ഒരു തോന്നലാണ്. 9-19. ഈ റൗണ്ട് ഇവിടെ പരിപൂർണമാകുകയാണ്. എഫ് വിഭാഗത്തിലെ ഫൈനൽ മത്സരങ്ങളിലെ 2 റൗണ്ടുകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ ബഹുമാന്യരായ നമ്മുടെ മത്സരാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോറുകൾ ഇപ്രകാരമാണ്. ശ്രീമതി മേരി ജോസഫ് 25 പോയിന്റ്സ്, സിസ്റ്റർ ഫിൻബാൾ 25 പോയിന്റ്സ്, ശ്രീമതി മേരി ജോസ് 17.5 പോയിന്റ്സ്, സിസ്റ്റർ ആനി 20 പോയിന്റ്സ്, ശ്രീ ദിയോസ് കെറിയ 20 പോയിന്റ്സ്, സിസ്റ്റർ മരിയ സുമൻ 20 പോയിന്റ്സ്, ശ്രീമതി എൻ ജെ മേരി 25 പോയിന്റ്സ്, ശ്രീ പി ജെ സക്കറിയ 7.5 പോയിന്റ്സ്, സിസ്റ്റർ ജീസ 22.5 പോയിന്റ്സ്, സിസ്റ്റർ ജെയിൻ 17.5 പോയിന്റ്സ്.
നമ്മൾ ഈ ലോഗോസ് ക്വിസ് മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് വരിക. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കും അപ്പുറം യുവത്വമാർന്ന ഒരു മനസ്സ് ഉള്ളിൽ സൂക്ഷിക്കുന്ന മത്സരാർത്ഥികൾ ഇനി അടുത്തതായി അഭിമുഖീകരിക്കുന്നത് റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ഈ റാപ്പിഡ് റൗണ്ടിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. 7 ചോദ്യങ്ങളുടെ ഒരു സെറ്റായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. എല്ലാ ചോദ്യത്തിനും കൃത്യമായി 1 മിനിറ്റിനുള്ളിൽ 60 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയുവാൻ സാധിച്ചാൽ 20 പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ വന്നാൽ 20 മാർക്കിൽ നിന്നും 3 മാർക്ക് വീതം കുറയുന്നതായിരിക്കും. നമ്മൾ ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ജിഷ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഈ ഒരു ട്രേയിൽ ചോദ്യങ്ങളാണ് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിൽ ഓരോ ഹാർഡ് ബോർഡ്, ഡെക്കറേറ്റ് ചെയ്ത ഹാർഡ് ബോർഡിലും 7 ചോദ്യം വീതമുണ്ട്. അതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് തുറന്നു നോക്കരുത്, അതേപടി കമഴ്ത്തി മേശപ്പുറത്ത് വയ്ക്കുക. ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മൾ റാപ്പിഡ് റൗണ്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ക്ലോക്ക് വൈസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമത്തെ അവസരം അമ്മച്ചിയുടെ, മേരി അമ്മച്ചിയുടേതാണ്. ആ ചോദ്യങ്ങൾ എൻ്റെ കയ്യിലേക്കൊന്ന് തന്നെ. സാധാരണയായിട്ട് ഇതിന് മുമ്പ് എല്ലാ മത്സരങ്ങളിലും ഈ 7 ചോദ്യങ്ങൾക്ക് 1 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്, 60 സെക്കൻഡ്. പക്ഷേ കാരണന്മാരെ ബഹുമാനിക്കണമല്ലോ, അതുകൊണ്ട് ഒരല്പം കൂടെ വിട്ടുവീഴ്ച. 60 സെക്കൻഡ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഞാൻ വീണ്ടും ഒരു 15 സെക്കൻഡ് കൂടെ നോക്കും. ചോദ്യം: അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ആരാണ് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്? കറക്റ്റ് ആൻസർ. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? ആരാണ് ഇപ്രകാരം യേശുവിനോട് ചോദിച്ചത്? കറക്റ്റ് ആൻസർ. വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക എന്ന് ആരോടാണ് യേശു അരുളി ചെയ്തത്? കറക്റ്റ് ആൻസർ. അന്ത്യനാളുകളിൽ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ആദ്യം എന്ത് സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പ്രവചിച്ചത്? എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുക. റൈറ്റ് ആൻസർ. ഏത് വൃക്ഷത്തെയാണ് യേശു ശപിച്ചത്? റൈറ്റ് ആൻസർ. നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? ആരാണ് ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത്? പ്രധാന പുരോഹിതൻ. എഗെയിൻ റൈറ്റ് ആൻസർ. എങ്ങനെയുള്ള കല്ലറയിലാണ് യേശുവിനെ സംസ്കരിച്ചത്? ആരും അടക്കാത്ത കല്ലുകൊണ്ട് പാറയിൽ ഒരുക്കിയ. കറക്റ്റ് ആൻസർ. പാറയിൽ വെട്ടി ഒരുക്കിയ ആൻസർ. നമുക്ക് മുഴുവൻ മാർക്ക് പഠിക്കും. ചോദ്യം റെഡി. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ഈശോ ആരോടാണ് ഇങ്ങനെ പറയുന്നത്? സദുക്കായരോട്. കറക്റ്റ് ആൻസർ. യേശുവിനോട് കൂടെ എത്ര ദിവസമായി കഴിയുന്ന ജനത്തിനു വേണ്ടിയാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചത്? 3 ദിവസം. കറക്റ്റ് ആൻസർ. എത്ര ചെമ്പു തുട്ടുകളാണ് ദരിദ്രിയായ വിധവ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത്? 2. റൈറ്റ്. ഏതവസരത്തിലാണ് യേശു തനിക്കും ശിഷ്യന്മാർക്കും വേണ്ടി മുറി അന്വേഷിച്ചത്? പെസഹ ഒരു. കറക്റ്റ് ആൻസർ. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒന്നാമത്തെ ഉപമ ഏതാണ്? ദീപം മറച്ചു വെക്കരുത്. റോങ് ആൻസർ. വിശ്വാസികൾ സമ്പൂർണമാക്കേണ്ട സൽഗുണങ്ങളിൽ അവസാനത്തത് ഏതാണ്? ഉപവി. കറക്റ്റ് ആൻസർ. നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. ആരോടാണ് യേശു ഇപ്രകാരം ആവശ്യപ്പെട്ടത്? ഫരിസയരോട്. പൂർണ്ണമല്ല. ഫരിസയരോടെന്നുള്ളത് പകുതി മാത്രമേ. ഹെറോദേസ് പക്ഷക്കാരോടുമെന്നുള്ളതാണ് പൂർണ്ണമായ ഉത്തരം. 15 മാർക്ക്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം തുടങ്ങട്ടെ. പിതാവിനെയും സേവകരെയും വള്ളത്തിൽ വിട്ട് യേശുവിനെ അനുഗമിച്ചവർ ആരാണ്? സബദിയുടെ പുത്രന്മാർ യാക്കോബും യോഹന്നാനും. കറക്റ്റ് ആൻസർ. യേശു ആർക്കാണ് പത്രോസ് എന്ന പേര് നൽകിയത്?
ക്ഷമയോടെ. റൈറ്റ് ആൻസർ. സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ അവനോട് വിരോധം തോന്നിയത് ആർക്ക്? ഹെറോദിയാക്ക്. റൈറ്റ്. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അപ്പോൾ യേശു എവിടെയായിരുന്നു? മലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കറക്റ്റ് ആൻസർ. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ എന്ന ചോദ്യം യേശു ചോദിക്കുന്നത് എവിടെ വെച്ചാണ്? സിനഗോഗിൽ വെച്ച്. റോങ്. ഭീകര ദുരിതങ്ങളുടെ കാലത്ത് പ്രത്യക്ഷപ്പെടുന്നത് ആരാണെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? രാജപ്രബോധകന്മാർ, കള്ളക്രിസ്തുമാരും. കറക്റ്റ്. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകരും. പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ആരെയാണ് അവർക്ക് വിട്ടുകൊടുത്തത്? യേശുവിനെ വിട്ടുകൊടുത്തു, ബറാബാസിനെ. ബറാബാസിനെ. കറക്റ്റ് ആൻസർ. 17 മാർക്ക്. അഭിനന്ദനങ്ങൾ. അടുത്തത് സിസ്റ്റർ ആനി ഡോണിന്റെ ചാൻസ്. സൗഖ്യമാക്കപ്പെട്ട കുഷ്ഠരോഗി വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് യേശുവിന് സാധിക്കാതെ പോയതെന്ത്? പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കും. കറക്റ്റ് ആൻസർ. തളർവാദ രോഗിയോട് ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കറക്റ്റ്. യേശു 12 പേരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയൊക്കെ ആയിരുന്നു? തന്നോടുകൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ റൈറ്റ് ആൻസർ. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് ഫരിസേയരും നിയമജ്ഞരും മുറുകെ പിടിക്കുന്നത് എന്ത്? അവരുടെ പാരമ്പര്യം. കറക്റ്റ് ആൻസർ. പിന്നീട് യേശുവിനോട് ആരും ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ആരുടെ ചോദ്യത്തിന് ശേഷം ആണിത്? ഫരിസേയരുടെയും ഹെരോദസ് പക്ഷക്കാരും. റോങ് ആൻസർ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിൽ കൃഷിക്കാർ ആദ്യത്തെ ഭൃത്യനോട് പെരുമാറിയ വിധം. അവനെ പ്രകരിക്കുകയും വെറും കൈയോട് പറഞ്ഞു. കറക്റ്റ് ആൻസർ. യേശുവിന്റെ കുരിശ് ചുമക്കാൻ പടയാളികൾ ആരെയാണ് നിർബന്ധിച്ചത്? ക്രയനക്കാരൻ ശിമയോൻ. റൈറ്റ് ആൻസർ. 17 മാർക്ക്. അത് വലിയ നേട്ടമാണ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. അടുത്ത ചോദ്യം സ്കറിയ അപ്പച്ചനോടാണ്. യേശു എവിടെ നിന്നും വന്നാണ് യോർദാനിൽ വച്ച് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചത്? റൈറ്റ് ആൻസർ. യേശു മലമുകളിലേക്ക് കയറി ആരെയാണ് തന്റെ അടുത്തേക്ക് വിളിച്ചത്? തനിക്ക് ഇഷ്ടമുള്ളവരെ. റൈറ്റ് ആൻസർ അഗൈൻ. തനിക്ക് ഇഷ്ടമുള്ളവരെ. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശുവിനെ പരീക്ഷിക്കാൻ ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? റൈറ്റ് ആൻസർ. അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞത് എന്ത്? നമുക്ക് ഒരു വിജന പ്രദേശത്തേക്ക് പോകാം. കറക്റ്റ് ആൻസർ. വിജന സ്ഥലത്തേക്ക് പോകാം, വിശ്രമിക്കാം. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ആരാണ് ഈ അപേക്ഷ നടത്തുന്നത്? പിശാച് ബാധിച്ച ബാലന്റെ പിതാവ്. കറക്റ്റ് ആൻസർ. ബാലന്റെ പിതാവ്. നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് യേശു ആരോടാണ്? കറക്റ്റ് ആൻസർ. നിയമജ്ഞനോട്. യേശുവിനെ ബന്ധിക്കാൻ യൂദാസിനോട് കൂടെ വാളും വടിയുമായി വന്ന ജനക്കൂട്ടം എവിടെ നിന്ന് വന്നു? പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെ അടുക്കൽ നിന്ന്. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. മുഴുവൻ. അടുത്ത ചാൻസ് സിസ്റ്റർ മരിയ സുമൻ. നമുക്ക് നോക്കാം. സിസ്റ്റർ മരിയ റെഡിയാണ്? ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് യേശുവിന്റെ ഏത് അത്ഭുതം കണ്ടിട്ടാണ്? തളർവാദ രോഗി. കറക്റ്റ് ആൻസർ. അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല. യേശു ഇത് പറഞ്ഞത് നിയമജ്ഞരുടെ ഏത് ആരോപണത്തിനെതിരായിട്ടാണ്? യേശുവിനെ ബെൽസെബൂൽ. കറക്റ്റ് ആൻസർ. അയക്കപ്പെട്ട 12 ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് എന്താണ് പ്രസംഗിച്ചത്? മാനിതപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. റൈറ്റ് ആൻസർ. എന്തിനാണ് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഭൃത്യന്മാരെ അയച്ചത്? സമയമായപ്പോൾ തന്റെ മുന്തിരിയുടെ ഓഹരി വാങ്ങിക്കുവാൻ. കറക്റ്റ് ആൻസർ. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇപ്രകാരം യേശു പറഞ്ഞത് ആരോടാണ്? യേശു പറഞ്ഞത് ശിഷ്യന്മാരോട്. റൈറ്റ് ആൻസർ അഗൈൻ. യേശുവിന് പകരം മോചിക്കപ്പെട്ട ബറാബാസ് ചെയ്ത കുറ്റം എന്ത്? അദ്ദേഹം ഒരു കൊലപാളിയായിരുന്നു. വിപ്ലവത്തിനിടയിൽ. റൈറ്റ് ആൻസർ. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തി. യേശു എലോയ് എലോയ് ലാമ ശബക്താനി എന്ന് നിലവിളിച്ചപ്പോൾ
അടുത്ത് നിന്നിരുന്ന ചിലർ അത് കേട്ട് എന്താണ് പറഞ്ഞത്? ചിലർ പറഞ്ഞു അവൻ ഏലിയായെ വിളിക്കുന്നു. Again right answer. എല്ലാം ശരിയായിരിക്കുന്നു. അടുത്ത ചോദ്യം അമ്മച്ചോടാ. സ്നാനം സ്വീകരിച്ച ശേഷം യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ കണ്ടത് എന്ത്? ഉടനെ സ്വർഗം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ ഇറങ്ങി വരുന്നതും. റൈറ്റ് ആൻസർ. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. യേശു ഇങ്ങനെ താക്കീത് ചെയ്തത് അവ എന്ത് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ്? എന്താണെന്നറിയാം, ഒരു യേശു ദൈവപുത്രനെ വിളിച്ചു പറഞ്ഞു. കറക്റ്റ് ആൻസർ. ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് ബോവനർഗസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ. എവിടെ വീണ വിത്തുകളാണ് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോകുന്നവർക്ക് സദൃശ്യം ആയത്? പാറപ്പുറത്ത് വീണത്. കറക്റ്റ് ആൻസർ. ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന്? ഏത് തൈലത്തെ കുറിച്ചാണ് ഇവിടുത്തെ പരാമർശം? നാർദീൻ സുഗന്ധ തൈലം. കറക്റ്റ് ആൻസർ. യേശുവിന്റെ ശിരസിലൊഴിച്ച നാർദീൻ സുഗന്ധ തൈലം. പത്രോസ് യേശുവിനോട് തറപ്പിച്ചു പറഞ്ഞത് എന്ത്? ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ അത് തന്നെ. അടുത്തത് ആലോചന സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്ന വ്യക്തി ആരാണ്? അരിമത്യക്കാരൻ ജോസഫ്. കറക്റ്റ് ആൻസർ. എല്ലാം ശരിയായിരിക്കും. 20 സക്കറിയ സാറിന്റെ അവസരം. ചോദ്യം. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ആരാണ് അവർ? കറക്റ്റ് ആൻസർ. യേശു 12 പേരെ അയച്ചപ്പോൾ അവരോട് കൂടെ കരുതരുത് എന്ന് പറഞ്ഞവ എന്താണ്? സഞ്ചിയോ പണമോ അരക്കട്ടിൽ പണമോ? ഓക്കെ, സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ. ഒരെണ്ണം വിട്ടുപോയി. 2 എണ്ണം ശരിയായിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവുക. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യേശുവിന്റെ ഈ ചോദ്യത്തിന് നൽകപ്പെട്ട ഉത്തരം എന്താണ്? അറിഞ്ഞൂടാ. കറക്റ്റ് ആൻസർ. പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവ്വം ദൈവകൽപ്പനകൾ ഉപേക്ഷിക്കുന്നത് ആരെ? ശരിയായ ഉത്തരവല്ല. ഫരിസയരും നിയമജ്ഞരും എന്നാണ്. യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ശിഷ്യന്മാർ തടഞ്ഞു. അതിന് യോഹന്നാൻ പറഞ്ഞ കാരണം എന്താണ്? നമ്മളെ അനുഗമിച്ചു. കറക്റ്റ് ആൻസർ. പിലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ. മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും യേശുവിനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങളുമായി ശവകുടീരത്തിലേക്ക് പോയത് എന്നാണ്? ആഴ്ചയുടെ ആദ്യം. കറക്റ്റ് ആൻസർ. 16 മാർക്കാണ് കാരണമുള്ളത്. അടുത്ത ചാൻസ് സിസ്റ്റർ ജീസായുടേതാണ്. ആ ചോദ്യം ഒന്ന് എടുത്ത് തന്നെ. നഗരവാസികളെല്ലാം വാതിക്കൽ സമ്മേളിച്ചു. ഏത് വീടിന്റെ വാതിക്കലാണ് അവർ സമ്മേളിച്ചത്? പത്രോസിന്റെ വീട്ടിൽ. കറക്റ്റ് ആൻസർ. വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോയത് എവിടെ വീണു മുളച്ച വിത്തുകളാണ്? പാറപ്പുറത്ത്. കറക്റ്റ് ആൻസർ. പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഏത് വിത്തിനെ കുറിച്ചാണ്? കടുകുമണി. കറക്റ്റ്. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും അരുതെന്ന് പറഞ്ഞ് യേശു വീട്ടിലേക്ക് അയച്ചവൻ ആരാണ്? അന്ധനായ ബെത്സൈദയിൽ നിന്നുള്ള അന്ധൻ. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ആർക്കൊക്കെ ആണ് അത്? ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. റൈറ്റ്. പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉതപ്പ് കൊടുക്കാതിരിക്കുന്നു. റോങ് ആൻസർ. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് എത്ര പേർക്കാണ്? 2 പേർ. കറക്റ്റ് ആൻസർ. ഒരെണ്ണം ഒഴികെ എല്ലാം ശരിയായിരിക്കുന്നു. ഈ സിസ്റ്ററിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചാൻസ് സിസ്റ്റർ എൽസി ജയിൻ്റെതാണ്. ചോദ്യത്തിലേക്ക് വരാം. തുടങ്ങുന്നു. ശിമയോനും കൂടെയുള്ളവരും യേശുവിനെ തേടി പുറപ്പെട്ടത് എപ്പോഴാണ്? യേശു പ്രാർത്ഥിച്ചു. കറക്റ്റ് ആൻസർ. വഴിയരികിൽ വീണ വിത്തിന് എന്തു സംഭവിച്ചു? പക്ഷികൾ വന്നു. റൈറ്റ്. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ യേശു നിർദ്ദേശിച്ചു. ആരാണ് അവൾ? കറക്റ്റ് ആൻസർ. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവർ കേണപേക്ഷിച്ചു. ആരാണ് അവൻ? കറക്റ്റ് ആൻസർ. ലെഗിയോൻ, പിശാച് ബാധിച്ചവൻ. വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ലോത്തിനെ. കറക്റ്റ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്?
പത്രോസിനോട് ഞങ്ങൾക്ക് കഴിയും എന്ന് സെബദീപുത്രന്മാർ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? കുടിക്കുന്ന പാനപാത്രം. കറക്റ്റ് ആൻസർ. യേശു കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനും. അഭിനന്ദനങ്ങൾ. 17 മാർക്ക്. നമ്മുടെ ഇന്നത്തെ ലോഗോസ് ക്വിസിന്റെ അവസാനത്തിലേക്ക് വരിക. ഇനി അറിയേണ്ടത് എത്ര മാർക്ക്, എത്ര പോയിന്റ് കിട്ടി, ആരാണ് ഒന്നാമത്, ആരാണ് രണ്ടാമത്, ആരാണ് മൂന്നാമത്. ആ സ്കോർ നിലവാരം അറിയാൻ നമ്മളെ സഹായിക്കും. ജീഷയെ നമുക്ക് ശ്രദ്ധിക്കാം. വചനത്തിന്റെ നേർക്കാഴ്ച എന്ന വണ്ണം നമുക്ക് മുന്നിലിരിക്കുന്ന ഈ മത്സരാർത്ഥികളുടെ ബൈബിൾ വിജ്ഞാനമോ ഓർമ്മശക്തിയോ ഒന്നും അളക്കുകയല്ല ഇപ്പോൾ. എങ്കിലും ലോഗോസ് ക്വിസിന്റെ നിയമം അനുസരിച്ച് നമുക്ക് സ്കോർ നില പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ശ്രീമതി മേരി ജോസഫ് 45 points. Mr. Finbar 40.5 points. Srimati Mary Jose 34.5 points. Annie Don 37 points. Sri Vios Karia 40 points. Mr. Mary Suman 40 points. Srimati N.J. Mary 45 points. Sri Peaches Karia 23.5 points. Mr. Geesa 39.5 points. Chelsea 34.5 points. നമുക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന 2 മത്സരാർത്ഥികളെയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രീമതി മേരി ജോസഫ്, ശ്രീമതി N.J. മേരി. 2 പേർക്കും തുല്യ സ്കോർ നിലയാണ് 45 പോയിന്റ്സ്. അതിനാൽ ക്വിസ് മാസ്റ്റർ നമുക്ക് എന്താണ് അടുത്തതായി ചെയ്യാനാവുക? നമ്മൾ ടൈ ബ്രേക്കറിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചാൻസ് മേരി ജോസഫ് അമ്മച്ചിയുടെ, മേരി അമ്മച്ചിയുടെ ചോദ്യമാണ്, ചാൻസ് ആണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. കത്തോലിക്ക ബൈബിളിലെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഏവ? അറിയാൻ വേണമെങ്കിൽ പാസ് ചെയ്യാം. പാസ് ചെയ്യുന്നു. മേരി ടീച്ചർ. നമ്മൾ വീണ്ടും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ചാൻസ് ടീച്ചർക്ക് തരിക. മേരി ടീച്ചറുടെ ചാൻസ് ആണ്. ചോദ്യം ഒന്നുകൂടെ ലളിതമാണ്. ബൈബിളിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥം ഏത്? യൂദായുടെ ലേഖനം തോന്നുന്നു. യൂദായുടെ ലേഖനമാണെന്ന് തോന്നുന്നു. അതല്ല. അതുകൊണ്ട് ഞാൻ ചോദ്യം പാസ് ചെയ്യാണ്. യോഹന്നാന്റെ മൂന്നാം ലേഖനം ശരി അല്ല. ഒരു നമ്പർ മാറി. അപ്പൊ വീണ്ടും നമ്മൾ ടൈ ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം കൂടെ നടത്തുകയാണ്. മേരി ജോസഫ്, വിശുദ്ധ രസകരമായൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ അനുദപിക്കണമെന്ന് പ്രസംഗിച്ചവർ ആരെല്ലാം? സ്നാപക യോഹന്നാൻ, ഈശോ. അത് രണ്ടും ശരിയായി. ഞാൻ ആ ചോദ്യം ഒന്ന് ടീച്ചർക്ക് പാസ് ചെയ്യാം. അതേ ചോദ്യം തന്നെ. ഈ പറഞ്ഞതൊക്കെ ചോദ്യത്തിന്റെ ശരിയായ ഭാഗങ്ങളാണ്, പക്ഷെ പൂർണ്ണമായിട്ടില്ല. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ അനുദപിക്കണമെന്ന് പ്രസംഗിച്ചവർ ആരെല്ലാം? യേശു പറയുന്നത് അനുദപിച്ച് സുവിശേഷത്തിൽ അതൊന്ന് 15. അത് പറഞ്ഞു. മറ്റൊന്ന് സ്നാപകൻ പറയുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ശിഷ്യന്മാര് പറഞ്ഞില്ലേ? ശിഷ്യന്മാര് പറഞ്ഞു. ഒരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം 2 പേർക്ക് ഈക്വൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മാർക്ക് തീരുമാനിക്കുന്ന ആദ്യത്തെ അറ്റംപ്റ്റിൽ പറഞ്ഞതിന് ഞാൻ മാർക്ക് 1, 2, 3 ഭാഗങ്ങളുള്ളതിൽ 2 എണ്ണം പറഞ്ഞു. 10ന്റെ 3ൽ 2 മാർക്ക്. ഇവിടെ ഒരെണ്ണം കൂടെ പറഞ്ഞു. അപ്പൊ 3ൽ 1 അധ്യായവും വാക്യവും പറഞ്ഞില്ല. അതിന് എന്നാ ചെയ്യാൻ പറ്റും? അതും ജൂറി തീരുമാനം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം.
കൈക്ക് പിടിച്ചുകൊണ്ട് യേശു സുഖപ്പെടുത്തിയത് ആരെയല്ല? അന്തനെ കൈ പിടിച്ചുകൊണ്ട് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അന്തനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഗ്രാമത്തിന് വെളിയിലേക്ക് പോയി. അത് ശരിയാണ്. പിന്നെ ഇനിയുണ്ട് പല വാക്യങ്ങൾ. കൊച്ചിനെ ജൈറസിന്റെ മകള്. അതും കറക്റ്റ്. രണ്ടെണ്ണം ഇനിയുണ്ട് ആളുകൾ. ക്ഷമേന്റെ അമ്മായിമ്മ. ക്ഷമയോന്റെ അമ്മായിമ്മയുടെ പിടിച്ചു. ഓക്കെ, റൈറ്റ്, അത് കറക്റ്റ്. പിന്നെ പിശാച് ബാധിച്ച ബാലൻ, അത് മരിച്ച പോലെ ആയില്ല. പിശാചു ബാധിച്ച കൈ കൊടുത്തേ. ഒന്ന് തീരുമാനത്തിലേക്ക് ജൂറി വരണം. ആർക്കാണ് കൂടുതൽ കിട്ടിയത് അതുകൊണ്ട് ടൈ ബ്രേക്കർ പരിഹരിക്കപ്പെടും. ഒന്നാമത്തെ കണ്ടസ്റ്റന്റിന് 6.5 മാർക്ക്, നമ്പർ 7 13.5. അപ്പോൾ ജയിച്ചിരിക്കുന്നത് 7ാമത്തെ ആളാണ് ശ്രീമതി NJ മേറി. ഇത്രയും നല്ല സ്പിരിറ്റോട് കൂടി ഈ ലോഗോസ് ക്വിസിന്റെ മത്സരത്തിൽ പങ്കെടുത്തതിൽ അകലം വകവെക്കാതെ, പ്രായം വകവെക്കാതെ, മറ്റ് ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ ഇവിടെ എത്തി ഈ മത്സരത്തെ പങ്കെടുത്തത് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന, പോരാ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്.